ഇറാനെതിരെ ഏകപക്ഷീയമായ ആക്രമണം സംഘടിപ്പിച്ചു. ഇന്ത്യ നിശബ്ദത പാലിച്ചു. ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചത് അമേരിക്കയാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പാശ്ചാത്യ രാജ്യം പോലും ലോകങ്ങൾ പോലും മടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന്, ജനാധിപത്യത്തിന്റെ മാതാവെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ഇതുപോലുള്ള നിശബ്ദതയുടെ കവചം എടുത്തണിയുന്നത് എന്നുള്ള ചോദ്യമാണ് ഉസ്താദിന്റെ ഹ്രസ്വമായ ആ പ്രതികരണത്തിലൂടെ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, സദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അമേരിക്ക ഇറാഖിനു മേൽ യുദ്ധക്കെടുതികൾ ആരംഭിച്ച വേളയിൽ അന്ന് ബാഗ്ദാദ് സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അന്ന് അമേരിക്ക ഇറാഖിൽ കാട്ടിക്കൂട്ടിയ നിഷ്ഠൂരമായ ചെയ്തികളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു എളിയ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നും എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മഹാസമുദ്രം അത് കേൾക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവുമുണ്ട്. ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്തുള്ള അൽ അമീറിയ എന്നുള്ള ഒരു ഷെൽട്ടർ ബോംബ് വർഷിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരുന്ന ഒരു ബങ്കറായിരുന്നു. ബോംബിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അലാറം മുഴങ്ങിയപ്പോൾ 407 പേർ ആ ബങ്കറിൽ രാത്രി അഭയം തേടി. അതിൽ തൊട്ട് ദിവസം തലേന്ന് വിവാഹം കഴിച്ചവരുമുണ്ടായിരുന്നു. അമേരിക്ക ഈ ബങ്കറിന്റെ കിളിവാതിലൂടെ ലേസർ ബോംബുകൾ ബങ്കറിലേക്ക് കടത്തിവിട്ടു. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആ ബങ്കറിലുള്ള ആൾക്കാർ ആ ലേസർ ബോംബിന്റെ സ്ഫോടനത്തിൽ ഉരുകി മരിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ ബങ്കറിന്റെ ഭിത്തിയിലേക്ക് വിവാഹ വസ്ത്രത്തോടെ ഉരുകിച്ചേർന്ന മനുഷ്യന്മാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അത്രത്തോളം പൈശാചികമായ ഒരുപാട് ചെയ്തികളിലൂടെ ഈ ലോകത്തെ വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കക്കെതിരെ എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ശബ്ദിക്കുന്നില്ല എന്നുള്ള